ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചാൽ പിന്നാലെ ഇ ഡി വരുന്നുണ്ട് കേട്ടാ. അപ്പോൾ ഇ ഡി വന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നുവെന്ന് മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു ഇടപാടുണ്ടായിരുന്നു, 1,30,00,000 രൂപയുടെ ആസ്തി. ആ ആസ്തികളൊക്കെ നേരത്തെ മരവിപ്പിച്ചിരുന്നു. അർജുൻ മട്ടന്നൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ SIT കേസിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇ ഡി കാത്തു നിൽപ്പുണ്ട് അല്ലേ? ഗുഡ് മോർണിംഗ് അർജുൻ. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുകുമാർ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇ ഡി. അതിന് തൊട്ട് പിന്നാലെ നോട്ടീസ് നൽകാൻ തന്നെയാണ് ഇ ഡിയുടെ തീരുമാനം. ഈ കേസിൽ ഇ ഡി അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമാവുക ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത് തന്നെയായിരിക്കും. സ്വാഭാവികമായും ഇത്തരത്തിൽ ഇന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്നോ അല്ലെങ്കിൽ നാളെയോ തന്നെ നോട്ടീസ് നൽകാൻ തന്നെയാണ് സാധ്യത. നിലവിൽ മുരാരി ബാബുവിനെ മാത്രമാണ് ഇ ഡി ചോദ്യം ചെയ്തിരിക്കുന്നത്. നേരത്തെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സുധീഷ് കുമാർ, ശ്രീകുമാർ അടക്കമുള്ളവരെയും ചോദ്യം ചെയ്യുമെന്ന് ഇ ഡി അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ 21 ഇടങ്ങളിൽ ഇ ഡി ഒരേ സമയം റെയ്ഡ് നടത്തിയിരുന്നു. ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീടും വസ്തുവകകളുമടക്കം 1,30,00,000 രൂപയുടെ ആസ്തികൾ അന്ന് മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ മുരാരി ബാബുവും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിൽ വലിയ ദുരൂഹതയുണ്ട് എന്നും ഇ ഡി കണ്ടെത്തിയിരുന്നു. 2019 മുതൽ 2025 വരെയുള്ള കാലയളവിൽ മുരാരി ബാബു സ്വത്ത് സമ്പാദിച്ചതിൽ ക്രമക്കേടുണ്ട് എന്നതാണ് പ്രാഥമിക നിഗമനം. മാത്രവുമല്ല, ശബരിമലക്കൊപ്പം തന്നെ മറ്റ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ഇത്തരം ക്രമക്കേടുണ്ട് എന്ന് തന്നെയാണ് നിഗമനം. എന്തായാലും ഇ ഡി ചോദ്യം ചെയ്യാൻ പോവുകയാണ്. ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇ ഡിയുടെ കൊച്ചി ഓഫീസിൽ മുരാരി ബാബുവിന് പിന്നാലെ ജാമ്യം കിട്ടിയാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഹാജരാകേണ്ടി വരും. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. താങ്ക് യു അർജുൻ മട്ടന്നൂർ. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി SIT ചോദ്യമുനയിൽ നിന്ന് ജയിലിൽ നിന്ന് ജയിൽ മോചിതരാവുന്നു. ഇ ഡി കാത്തു നിൽക്കുന്നു, ഇ ഡി പൊക്കിക്കൊണ്ടുപോകുന്നു. ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ ഇ ഡി മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 9 മണിക്കൂറാണ് മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാനപ്പെട്ട പ്രതികൾ SIT പിടിയിൽ നിന്ന് ഇ ഡിയുടെ പിടിയിലേക്ക് പോകുമ്പോൾ ഇ ഡി പിടിമുറുക്കുമോ എന്നുള്ളതാണ്. മുരാരി ബാബുവിന്റെ കാര്യത്തിൽ ചില സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് സംശയമുണ്ട് ഇ ഡിക്ക്. പോറ്റിയുടെ കാര്യത്തിൽ അങ്ങനല്ല. പോറ്റി നടത്തിയിരിക്കുന്ന മിക്ക ഇടപാടുകളും അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചതടക്കമുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഇ ഡി അന്വേഷിച്ചാൽ ഒരുപക്ഷെ അത്ര എളുപ്പമായിരിക്കില്ല പോറ്റിക്ക് SIT പിടിയിൽ നിന്ന് ഊർന്നു പോയതുപോലെ 90 ദിവസത്തിന് ശേഷം. ഏതായാലും കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്.